ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +1 ഇംപ്രൂവ്മെൻറ്റിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് സ്റ്റഡി പ്ലാനാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്കറിയാം ഇപ്പോൾ +2കാർക്ക് +2ൻ്റെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ പഠിച്ചു പോകുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ്. ടൈമിൻ്റെ പ്രശ്നവും എല്ലാം കൂടി മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ്. ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി അതനുസരിച്ച് നമ്മൾ പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു രീതിയിലൊന്ന് എന്ത് ചെയ്യുക, എല്ലാവരും ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു രീതിയിലൊന്ന് പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് പഠിച്ചു പോകാനായിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് നമുക്ക് വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യമേ പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് എന്ത് റിസോഴ്സസ് ആണോ ആവശ്യമുള്ളത്, എന്ത് മെറ്റീരിയൽസ് ആണോ ആവശ്യമുള്ളത്, അതാദ്യം നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഏത് വിഷയമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നോട്ട്ബുക്കാണോ, ടെക്സ്റ്റ് ബുക്കാണോ, ഗൈഡാണോ, ലേബർ എൻട്രി ആണോ, അങ്ങനെ എന്താണോ ആവശ്യം, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതെന്താണോ ആവശ്യം അതെന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. എല്ലാം ഒന്ന് പൊടിതട്ടി സെറ്റാക്കി എടുത്ത് വെക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. എന്നിട്ടാണ് നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട കാര്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പഠിക്കേണ്ട കാര്യം പറയുമ്പോൾ നമുക്ക് ഏത് വിഷയമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത് അതിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം. ഒരു ചാപ്റ്റർ നമുക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്ത് മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, കാരണം നമുക്ക് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ലിബറലായിട്ടായിരിക്കും കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് വരിക, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം നമുക്ക് എന്താ പറയുക, അത്യാവശ്യം കോമൺ ആയിട്ട് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വരിക. അങ്ങനെ ഭയങ്കര ഈസി ഒന്നും ആക്കത്തില്ല. ഒരു മോഡറേറ്റ് ലെവലിലൊക്കെ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുറേ കൺസിഡറേഷൻസ് കിട്ടുമെന്നൊന്നും അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് എല്ലാ ചാപ്റ്ററും വരിയായിട്ട് ഇരുന്ന് പഠിക്കാം. ഈ ടൈമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം PYQs നോക്കിയിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക ഓരോ ചാപ്റ്ററിലെയും. എന്നിട്ട് ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വേണം ആദ്യം നിങ്ങൾ പഠിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹിസ്റ്ററിയാണ് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഒന്നാമത്തെ ചാപ്റ്റർ ഞാൻ പഠിക്കാൻ വിചാരിക്കുകയാണ്. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മുൻകാലങ്ങളിൽ എന്തൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ടോ, ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഞാൻ ആദ്യം പഠിക്കും. ഓക്കെ, അത് ആദ്യം പഠിക്കുക, എന്നിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തറവായിട്ട് എന്താ പറയുക, നന്നായിട്ട് വൃത്തിക്ക് തന്നെ അത് പഠിച്ച് വച്ചേക്കണം. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഓരോ വിഷയത്തിലും ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും വിഷയം സെപ്പറേറ്റിൽ ചെയ്യണമെന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമുക്ക് എന്താ പറയുക പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കവർ ആക്കുക. പിന്നെ ഞാൻ പറയട്ടെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് മാത്രം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ എന്താണ് നല്ലൊരു മാർക്ക് കിട്ടണമെന്നില്ല. മനസ്സിലായി? പ്രത്യേകിച്ച് ഇപ്പോൾ മാർക്കൊക്കെ കൂട്ടാൻ ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നന്നായിട്ട് ബാക്കിയുള്ളത് കൂടി പഠിച്ചേ നിവർത്തിയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ ബാക്കി ആ ചാപ്റ്ററിലുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം തോറ്റിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ എഴുതുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ജയിക്കാനുള്ള ലെവലിലൊക്കെ ആവും, അത് ഉറപ്പാണ്. പക്ഷേ അത്യാവശ്യം നല്ല മാർക്കൊക്കെ എയിം ചെയ്തിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കണം. അതോടൊപ്പം തന്നെ അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ഏത് തരത്തിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിത് ഇപ്പോൾ തന്നെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്തോളാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ ഒരു വെക്കേഷൻ മുതൽ തന്നെ, അല്ലെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂളൊക്കെ ഓപ്പൺ ആവുമല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പഠനം കൂടി സൈഡായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ദിവസം ഒരു ചാപ്റ്ററെങ്കിലും പഠിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഒരു ചാപ്റ്ററെങ്കിലും പഠിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ടൈം ഇതിന് വേണ്ടിയിട്ട് കൂടി കണ്ടെത്തണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ബുദ്ധിമുട്ടായി പോകും. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ, നമുക്ക് കണക്കൊക്കെ വരുന്നുണ്ട് +1-ലൊക്കെ. അപ്പോൾ ആ കണക്കുകൾ പിന്നെ ഗ്രാഫൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, എന്താ പറയുക, അങ്ങനെ എക്കണോമിക്സ് ഒക്കെ ചെയ്യുന്നവർ അങ്ങനെ എന്താ പറയുക ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഒന്ന് ചെയ്ത് പഠിച്ച് തുടങ്ങുക. അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് അതൊക്കെ കൂടി ഒരു ബുദ്ധിമുട്ടായിട്ട് പോകും. അതിങ്ങനെ എന്താ പറയുക സെപ്പറേറ്റ്ലി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇപ്പോൾ എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നു. ഇപ്പോൾ
മറ്റേ മീൻ മീഡിയൻ മോഡ് വരുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. അപ്പോൾ അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മീൻ മീഡിയൻ മോഡ് വെച്ചിട്ടുള്ള കണക്ക് നമ്മളിപ്പോൾ തന്നെ ഒന്ന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ചെയ്ത് 2-3 ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് പോവുക. അത്രയും മതി, അതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട. ഓക്കെ, അങ്ങനെ കാൽക്കുലേഷൻസ് ചെയ്യാനുള്ളവർ അത് ചെയ്ത് ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങുക. പിന്നെ ഇംഗ്ലീഷാണ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സ് ഒന്ന് ക്ലിയർ ആക്കുക. പിന്നെ ഏറെക്കുറെ നമ്മുടെ ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സുകളെല്ലാം +2 നും +1 ഒരേപോലെ തന്നെയാണ് വരിക. പക്ഷേ എങ്കിലും +1കാർക്ക് ട്രാവൽ എസ്സേ, ട്രാവൽ എന്താ പറയുക ബ്രോഷർ എന്നൊക്കെ പറഞ്ഞ്, ട്രാവൽ ഇൻഫോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ഗ്രാമർ പോർഷൻ വരുമ്പോൾ ഇഫ് ക്ലോസ് ഒക്കെ നമുക്ക് മസ്റ്റായിട്ടും +1കാർക്ക് ചോദിക്കുന്നതാണ്. കൊഹസീവ് ഡിവൈസ് ഒക്കെ +1കാർക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കൺകോഡ് അല്ലെങ്കിൽ കോൺകോഡ് എന്താണ് നമുക്ക് +1കാർക്ക് മസ്റ്റായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴേ നിങ്ങൾ പഠിച്ച് സെറ്റാക്കി വെക്കുക. ഓക്കെ, പിന്നെ പറയുന്നത് നമ്മൾ ഹിസ്റ്ററിയാണ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഹിസ്റ്ററിയാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ മാപ്പ് ക്വസ്റ്റ്യൻസും ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇതൊക്കെ സെപ്പറേറ്റ്ലി നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണല്ലോ. മാപ്പ് അടയാളപ്പെടുത്താനും ക്രൊണോളജി മീൻസ് കാലഗണന ക്രമത്തിൽ എഴുതാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അതും കൂടി എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഏത് വിഷയമാണോ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്ട്രാ നമ്മൾ നേരത്തെ കൂട്ടി പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അതൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് പഠിച്ച് സെറ്റാക്കിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവസാന നിമിഷം കടന്ന് ടെൻഷനൊന്നും അടിക്കേണ്ട ഒരു കാര്യം വരത്തില്ല. പിന്നെ പറയുന്നത് റിവിഷനാണ്. റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, എപ്പോഴും പറയുന്ന പോലെ എന്താ പറയുക, പഠിച്ചു കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും റിവൈസ് ചെയ്യുന്നു, അങ്ങനെ ഒരു പാറ്റേൺ ഒന്നും നടക്കത്തില്ല. കാരണം +2 നിങ്ങൾക്ക് പഠിക്കണമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ +2 ആണല്ലോ ഏറ്റവും മെയിൻ ഫോക്കസ് കൊടുക്കേണ്ടത്. പിന്നെയാണല്ലോ +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് +2 എന്തായാലും നന്നായിട്ട് പഠിച്ചു പോകും. അതാണ് നമ്മൾ പ്രൈമായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട കാര്യം. പക്ഷേ എങ്കിലും ഈ റിവിഷനൊക്കെ നമ്മൾ ഇപ്പം നമ്മൾ പഠിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ആ ഒരു എക്സാം ടൈം ആവുമ്പോൾ ഒന്ന് റിവിഷൻ ചെയ്താൽ മതിയാവും. ഓക്കെ, എന്താ പറയുക, അതിങ്ങനെ ടൈം കിട്ടുന്നതനുസരിച്ച് വേണം റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പോൾ എഫേർട്ട് എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം +2 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. +2ന് നമുക്ക് മാക്സിമം സ്കോർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം നമുക്ക് റിവിഷൻ എടുക്കണം. പക്ഷേ എന്താണ്, കിട്ടുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ എടുക്കുക. റിവിഷൻ എടുക്കുമ്പോഴും നമ്മൾ ഈ പഠിക്കുന്ന പോലെ, ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു, ഒരു ചാപ്റ്റർ പഠിക്കാൻ നമ്മളിപ്പോൾ ഒരു മണിക്കൂർ എടുത്തെന്ന് വെച്ചിരിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന വിഷയത്തിൽ നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ ഞാൻ ഇന്ന് പഠിച്ച ചാപ്റ്ററിന് എനിക്ക് 1 മണിക്കൂർ വേണ്ടി വന്നു. പക്ഷേ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു ഒറ്റ ചാപ്റ്റർ പഠിക്കാൻ 1 മണിക്കൂർ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ആ പഠിച്ച കാര്യം എന്താണോ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുക, അതെല്ലാം ഒന്ന് റീകളക്ട് ചെയ്ത് ഓർത്തെടുത്ത് പോവുക. അതാണ് റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് റിവിഷൻ ചെയ്യുക. പിന്നെ വരുന്നത് പ്രാക്ടീസാണ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് എന്ത് പഠിച്ചു എന്നുള്ളതിനേക്കാളും നമുക്ക് എത്രത്തോളം പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതിലും വലിയൊരു കാര്യമുണ്ട് അല്ലേ. കാരണം നമ്മൾ പഠിക്കാൻ നമുക്ക് എന്താ പറയുക, കുറേയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് ആ ടൈമിനനുസരിച്ച് നമുക്ക് എഴുതി തീർക്കാൻ പറ്റണം. ആ ടൈമിൽ എക്സാം ഹാളിൽ ഇരിക്കും നമുക്ക് കണ്ടൻറ്റ് മനസ്സിൽ വരണം, ഓർമ്മ വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പ്രാക്ടീസ്, ആൻസറുകൾ എഴുതിയൊരു പ്രാക്ടീസ് കൂടി നമുക്ക് അത്യാവശ്യമാണ്. എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ല പറയുന്നത്. കുറച്ചൊക്കെ ഈ എസ്സേ ചോദ്യങ്ങളൊക്കെ ഒരു 2-3 ചോദ്യങ്ങളെങ്കിലും ഒന്ന് എന്താണ് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നതൊക്കെ ഒന്ന് എഴുതിയൊക്കെ നോക്കണം കേട്ടോ. കാരണം ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത് ഇപ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ എക്സാമിൻ്റെ ടൈമിൽ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഉള്ള ടൈം അനുസരിച്ച് വേണം ഇത് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. മനസ്സിലായി, ഫുൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കരുത്. +2 നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പം കിട്ടുന്ന ടൈം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു ദിവസമൊക്കെ ഒരു ചോദ്യമൊക്കെ ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഒരു ചോദ്യമൊക്കെയാണ് എഴുതാൻ പറ്റുന്നെങ്കിൽ അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രാക്ടീസ് കൂടി നിങ്ങൾ മറന്നു പോകരുത്. അത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അതാണ് പറയുന്നത്. എന്താണ്, നിങ്ങൾ എല്ലാ വിഷയങ്ങളിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക കേട്ടോ. അത് തന്നെ ആദ്യം നിങ്ങൾ പഠിച്ച് തറവാക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞ ഇങ്ങനെ സെപ്പറേറ്റ്ലി പഠിച്ച് വെക്കേണ്ടതൊക്കെ ഇപ്പോഴേ പഠിച്ച് വെക്കുക. റിവിഷനും പ്രാക്ടീസും എന്ത് ചെയ്യുക, കിട്ടുന്ന ടൈം അനുസരിച്ച് നിങ്ങൾ എടുക്കുക. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇപ്പോൾ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ എന്താ പറയുക, മാർക്ക് അത്യാവശ്യം കിട്ടി, ഇപ്പോൾ ഫുൾ മാർക്ക് ആവാനോ അല്ലെങ്കിൽ A+ ആവാനോ ഒക്കെ വേണ്ടിയിട്ട് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ +2ൻ്റെ കാര്യം ഒന്ന് ആദ്യം റെഡിയാക്കുക. അത് പഠിച്ചതിന് ശേഷം ഇതിനോട് സമയം കണ്ടെത്തി ഇതുകൂടി പഠിച്ചു പോവുക. അതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഇത് മാത്രം വച്ചുകൊണ്ട് ഇരിക്കരുത്. കാരണം +2 നമ്മൾ അവിടെ മറന്നു പോകരുത്. അത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇനി രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ
+1 ജയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നവരുടെ അടുത്താണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കരുത്. എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം, ജയിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നവരാണെങ്കിൽ. പിന്നെ ഞാൻ ഇതാ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഇപ്പം എന്താ പറയുക, എക്കണോമിക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കണക്കുകളൊക്കെ ചെയ്ത് പഠിക്കുക. 8 മാർക്കിൻ്റെ കണക്കുകളൊക്കെ ഉള്ളതാണ്, അതൊക്കെ നന്നായിട്ട് ഇപ്പോഴേ പഠിച്ചു വയ്ക്കുക. പിന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സ് നോക്കുക, ഹിസ്റ്ററി ആണെങ്കിൽ മാപ്പ് ക്രോണോളജി ഒക്കെ നോക്കി വയ്ക്കുക. ഓക്കെ, പിന്നെ ഈ റിവിഷനും പ്രാക്ടീസും ഒക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക എങ്ങനെയും ആർക്കോ വേണ്ടി പഠിച്ചിട്ട് പോകരുത്. പഠിക്കുന്ന കാര്യങ്ങൾ അത് സെറ്റായിട്ട് തറവായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക, നീറ്റായിട്ട് പഠിച്ചിട്ട് പോവുക. അത് മാക്സിമം വീണ്ടും റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം. പിന്നെ നിങ്ങൾ ഇപ്പോഴേ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, കാരണം അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആകപ്പാടെ ഒരു ഇതായിരിക്കും, റഷായിരിക്കും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ദിവസം ഒരു ചാപ്റ്ററെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക എന്നുള്ള നിലയ്ക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ നമുക്ക് പേടിക്കാനില്ല, കാരണം നമ്മൾ ഒരിക്കലെങ്കിലും വീണ്ടും പഠിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം നമുക്ക് ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ വീണ്ടും റിവിഷനും പ്രാക്ടീസും ഒക്കെ ചെയ്തിട്ട് പോകുമ്പോൾ എക്സാം നമുക്ക് നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. നമുക്ക് അതനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്തു വരാം. ഓക്കെ.